ചില സിനിമകൾ വരെ നിങ്ങൾക്ക് അനുകൂലമായി വരികയാണ്. ആരിറക്കുന്നു എന്തിറക്കുന്നതൊക്കെ വേറെ കാര്യങ്ങളാണ്. ഗെയിം അഡിക്ഷന് വേണ്ടിയിട്ടുള്ള സിനിമ ഇറങ്ങുന്നു. ആ സിനിമ വരുമ്പോൾ, ഞാൻ സിനിമ തിയേറ്ററിലൊന്നും പോയി കാണാത്തവരാ, പക്ഷെ എൻ്റെ അനാലിസിസ് നോക്കാറുണ്ട്. എന്നിട്ട് എന്താകുന്നു, അതിൽ ആദ്യം തന്നെ ചളിയിൽ ചവിട്ടുന്ന ഒരു ഷൂ കാണിക്കുന്നു. മനുഷ്യന്റെ മുഴുവൻ ജീവിതവും തകർക്കാൻ വേണ്ടി ഗെയിമിലൂടെ വന്ന ബസൂക്കയെ കുറിച്ച് പറയുന്നു. എന്നിട്ട് നമ്മൾ ആ കാലം ആരായിരിക്കും, ആ വില്ലനെ തേടിയിട്ട് കാത്തിരിക്കുകയാണ്. ആ വില്ലൻ ആരായിരിക്കും, ആ വില്ലനാര് എന്ന് കാത്തിരിക്കുമ്പോ അവസാനം ഈ വില്ലന്മാരൊക്കെ തകർക്കാൻ വേണ്ടി വന്നിട്ടുള്ള മറ്റൊരാൾ, അതിലെ നായകൻ ദ ഗ്രേറ്റ് ഭരത് മമ്മൂട്ടി, അദ്ദേഹം തന്നെയാണ് അവസാനം ബസൂക്ക എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ആ ചളിയിൽ ചവിട്ടിയിട്ട് ആളെ നശിപ്പിക്കുന്ന ഗെയിമിന്റെ അഡിക്ഷൻ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ബസൂക്ക. അപ്പോ ട്വിസ്റ്റ് ക്ലൈമാക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിന് പറയാം. ട്വിസ്റ്റ് ക്ലൈമാക്സ്, ഒരു ന്യൂ ക്ലൈമാക്സ്, അഥവാ ഹീറോ തന്നെ വില്ലനാവുകയും വില്ലൻ തന്നെ ഹീറോയാവുകയും മാറുന്നു എന്ന് നമുക്ക് സുന്ദരമായിട്ട് പറയാം. പക്ഷേ അതിന്റെ ഇമ്പാക്റ്റബിലിറ്റി എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ അദ്ദേഹത്തിന് ഒരു മെയിൽ അയച്ചിരുന്നു. നിങ്ങൾ അഭിനയിക്കേണ്ടുന്ന സിനിമ ആയിരുന്നില്ല ഇതെന്ന് പറഞ്ഞിട്ട്. കാണൂല എന്നൊക്കെയുള്ള വേറെ കാര്യം. ഞങ്ങൾ ദുബായിൽ ഒന്നിച്ച് പരിപാടിയൊക്കെ കണ്ടായിട്ട്. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് അപ്പൊ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ, ഞാൻ ഒരു സിനിമയെ ഇതാക്കല്ല, അതിൽ ആളുകൾക്കൊരു എഫക്ട് വരികയാണ്. ഇതേപോലെ തന്നെ ചിലപ്പോ ചില സിനിമകൾ, ദ ബ്രോ ഡാഡി, ഞാൻ അതിനെ കുറ്റപ്പെടുത്തല്ല, അതിന്റെ തീം ചില പൃഥ്വിരാജിനെ നമുക്ക് വലിയ ഇഷ്ടമാണ്, കാരണം നിലപാടുള്ളൊരു നടനാണ്. പക്ഷെ അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോകുന്നു. അവിടുന്ന് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു. ആ പെൺകുട്ടിയിൽ കല്യാണം കഴിക്കാതെ തന്നെ കുട്ടി ഉണ്ടാകുന്നു. ആ കുട്ടിയെയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങുന്നു. ദ ഗ്രേറ്റ് ഫാദർ എന്നറിയപ്പെടുന്ന മോഹൻലാൽ അത് സമ്മതിക്കുന്നു. അതൊന്നും പ്രശ്നമേ അല്ലെന്ന് പറയുന്നു. അതിന്റെ മെസ്സേജ് എത്രയാണ്, എത്ര റോങ് ആണ്. ഞാനൊരു വർഗീയവാദം പറയല്ല. ഓരോ കുട്ടികളുടെ ഉള്ളിലേക്ക് ഈ തീം അടിച്ചു കയറ്റുകയാണ്. അത് സിനിമാക്കാരുടെ ലോകം. അവര് പൈസ വാങ്ങുന്നു, അവരല്ല ഇതിന്റെ ആൾക്കാർ. പൃഥ്വിരാജ മോഹൻലാൽ ഒന്നും ഇതിന്റെ ആൾക്കാരല്ല. അതിന്റെ പിന്നിലെ ചില കഥകൾ ഉണ്ടാകും, പിന്നാമ്പുറത്തെ കഥകൾ ഉണ്ടാകും. ഞാനീ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട കുട്ടികളോടാണ്. അങ്ങനെ ലിബറൽ ഫോം ആരൊക്കെയോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ആ ലിബറൽ ഫോമിൽ നമ്മളടക്കമുള്ള കുട്ടികൾ പെട്ടുപോകുന്നു, ലിബറൽ ഫോമിൽ. എന്നാൽ നിങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്ത ഏത് ഭാഗത്തേക്കും പോയിക്കോ, ഞാൻ ഊക്കോടുകൂടി പറയുന്നു, അവിടെ ഒന്നും ഇത്തരത്തിലുള്ള മാസ്മരികമായ ലിബറൽ ഫോം ഉള്ളവർക്കാകാം. പക്ഷെ എല്ലാവരെയും അതിലേക്ക്, ആ തൊഴുത്തിലേക്ക് കെട്ടുന്ന ലിബറൽ ഫോം ഒന്നും നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. മൂല്യത്തോട് കൂടിയിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ കടന്നു പോകണം. എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, 4 ഭാഗം തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിലൊന്ന് നോളജ് ആണ്, നമ്പർ 2 സ്കിൽസ് ആണ്, നമ്പർ 3 പാഷൻ ആണ്. നിങ്ങൾ ഭാവിയിൽ ഒരു ജോലിക്ക് കയറുമ്പോൾ പാഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോരേണ്ടി വരും. നിങ്ങൾ ഭാവിയിൽ ടീച്ചറായി വെക്കുക, ഇതിലിപ്പോൾ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടാവും. ആ ടീച്ചേഴ്സിൽ റാങ്ക് കിട്ടിയവരാകൂല ടീച്ചറായിട്ട് ഏറ്റവും നന്നായിട്ട് തിളങ്ങുക. ഞാൻ ഇവരെ കുറിച്ചല്ല പറയുന്നത്. ചിലപ്പോൾ ചില ടീച്ചേഴ്സ് ഫസ്റ്റ് പീരീഡ് കയറി വരുമ്പോ തന്നെ നിങ്ങളുടെ തല ഇങ്ങനെ, അങ്ങനത്തെ ടീച്ചേഴ്സ് മന്നാനിയിൽ ഉണ്ടാവൂല കേട്ടോ. അപ്പൊ ഇങ്ങനെ തല ഇങ്ങനെ കയറും. ചിലപ്പോൾ ആ ടീച്ചർ നല്ല റാങ്ക് ഹോൾഡർ ഒക്കെ ആയിരിക്കാം. പക്ഷെ ചില സാറന്മാര് ജനഗണമന ചെല്ലാൻ നേരത്തെ കയറി വരുന്നെന്ന് വിചാരിക്കും. വൈകുന്നേരം ഇവിടെ ജനഗണമന ഇല്ലേ, വൈകുന്നേരം ഉണ്ടല്ലേ, അത് ചെല്ലാൻ നേരത്താണ് വരുന്നെന്ന് വിചാരിക്കും. എന്നിട്ട് എത്തുന്ന സമയത്ത് നമുക്ക് ഹേയ് എന്നറിഞ്ഞാണ് നമ്മൾ കൈയ്യർത്ത്. കാരണം എന്തുകൊണ്ടാ, ആ സാറ് ഭയങ്കര പാഷനേറ്റ് ആണ്, കുട്ടികളോട് അങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്ന ആളാണ്, കുട്ടികളുടെ സ്നേഹഭാജനമാണ്. അപ്പോ ഓരോന്നിനും ഈ പാഷൻ ഉണ്ട്. ആ പാഷന്റെ മുകളിൽ ഒന്നുണ്ട്. ഞാൻ ഇപ്പൊ ഏതൊക്കെ പറഞ്ഞത്, ഒന്ന് നോളജ് അല്ലേ, അറിവ്, സർട്ടിഫിക്കറ്റ്സ്. നമ്പർ 2 സ്കിൽസ്, നമ്പർ 3 പാഷൻ, നമ്പർ 4 വാല്യൂസ്. വാല്യൂസ് ഇല്ലാത്ത ഒരാളെയും ലോകം വിശ്വസിക്കൂല കേട്ടോ, ഒരാളെയും വിശ്വസിക്കൂല. നിങ്ങൾ എന്താ വിചാരിച്ചേ, ഈ ആളുകൾ നല്ല പാന്റും ഷർട്ടും ടൈയും കോട്ടൊക്കെ ഇട്ടുകൊണ്ട് കമ്പനി പോകുന്നത് അവരെ കൊണ്ട് വേഷടിക്കാനല്ല, അതൊരു ഡിസിപ്ലിനാണ്. അവൻ നേരെ മറിച്ചിട്ട് അങ്ങനെ പാൻറ്റും ആക്കി, ഇങ്ങനെ പാപ്രാച്ചി ആക്കി, മുടി എങ്ങനെയെങ്കിലുമൊക്കെ ആക്കിയാണ് ചെന്ന കമ്പനിക്കാർ ഗഡ് ഔട്ട് എന്ന് പറയും. അത് മതപാഠശാല ഒന്നുമല്ല, കമ്പനിക്കാർ പുറത്താക്കും. കാരണം ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. ചെറുപ്പത്തിൽ ഇപ്പൊ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് അതേപോലെ മുടിയൊക്കെ വെട്ടി വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ 45 വയസ്സായിട്ട് ഒരാൾ അങ്ങനെ തന്നെ നടക്കുന്നത് എന്തോ ഒരു കുഴപ്പമുണ്ട്. മനസ്സിലായോ? ഒരു 10, 20, 23 വയസ്സിൽ ചിലപ്പോൾ നമ്മൾ റൊണാൾഡോ, മെസ്സി, നെയ്മർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയും, നിങ്ങളൊക്കെ നല്ല കളിയൊക്കെ കാണുന്നവരായിരിക്കും. പക്ഷെ ഓരോരുത്തരുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഞാൻ എവിടെയോ ഓരോരുത്തരുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. സംഭവം അധികം ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ വാല്യൂസ് എവിടെ നിൽക്കുന്നത് നോക്ക്. കഴിഞ്ഞ ലോകകപ്പ് ഞാനും കാണാൻ പോയത്, എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ട് ലോകകപ്പ് കാണാൻ പോയി. ആ ലോകകപ്പിന്റെ സമയത്ത് അതിൻ്റെ ഒക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നത്, ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത്. റൊണാൾഡോ ഒരു ഇന്റർവ്യൂ കൊടുക്കുക. ആ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ക്ലവർലി കൊക്കക്കോള അവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. കൊക്കക്കോള ഡിസ്ട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഒരു കൊക്കക്കോള അവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. കൊക്കക്കോള കൊണ്ടുവന്ന് വെക്കുമ്പോൾ തന്റെ ബാഗിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അതങ്ങോട്ട് മാറ്റിയേക്കാണ്. ആ ഒറ്റ കാരണത്താൽ കൊക്കക്കോള കമ്പനിയുടെ കോടിക്കണക്കിന് രൂപയുടെ വാല്യൂ ആണ് ഇടിഞ്ഞു പോയത്. റൊണാൾഡോ എന്ന് പറയുന്ന മനുഷ്യന്റെ മാറ്റിവെക്കൽ. എന്നിട്ട് പറയാണ്, ഞാൻ ഇതൊന്നും കുടിക്കാറില്ല. മൂപ്പര് വലിയ വെല്ലുവിളിക്കലോ കത്തീബല്ല. മനസ്സിലാവുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ?
അദ്ദേഹം ആരാ? ലോകത്തിൽ അറിയപ്പെടുന്ന ഇതിഹാസ കളിക്കാരനാണ്. കൊക്കക്കോള പോലും കുടിക്കില്ല. ഞാൻ ടാറ്റു അടിക്കാറില്ല, കാരണം എല്ലാ വർഷത്തിലും ഞാൻ ആളുകൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു. ടാറ്റു അടിക്കുന്നവർ അത് കൊടുക്കാൻ പാടില്ലാത്തത് കൊണ്ട് എനിക്ക് ടാറ്റു പോലും അടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ മനുഷ്യനാണ്. വാല്യൂസ് ഉണ്ട് അവർക്കൊക്കെ. ഏത് കളിക്കാരനാ നിങ്ങൾ പറഞ്ഞാലും ആ വാല്യൂസിലൂടെ അവിടെ നടക്കുന്നത്. അമ്മയെ നിങ്ങൾക്ക് അമ്മൻ വിളിക്കുമ്പോ ചെല്ലണോ, ലോകകപ്പ് വേണോന്ന് ചോദിച്ചപ്പോ മടി കൂടാതെ മറുപടി അറിഞ്ഞത് എന്താ? എനിക്ക് എന്റെ അമ്മ വിളിക്കുമ്പോ പോകണമെന്ന്. അതാണ് ദ ഗ്രേറ്റ് റൊണാൾഡോ. അത് നമ്മൾ പഠിക്കണം. ദാറ്റ് ഈസ് വാല്യൂസ്. ഒരു മനുഷ്യന്റെ വാല്യൂസ് ആണത്. ഞാൻ റൊണാൾഡോനെ മാത്രം പറയല്ല. 7ാം ക്ലാസ്സിൽ നിന്ന് ആ അധ്യാപകൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പഠിത്തൊന്നും അധികമൊന്നും ഇല്ല. അപ്പൊ അവനോട് പറഞ്ഞു, നീ പോയിട്ട് മീൻകാരനാകാൻ നോക്കുന്നു. മീൻ വിൽക്കുന്ന ആള് അല്ലേ, ഫിഷർമാനോ അല്ലെങ്കിൽ അത് സെയിൽ ചെയ്യുന്ന ആളോ ആകുമെന്ന് പറഞ്ഞു. ദേഷ്യം പിടിച്ച് പോവാണ്. പോകാൻ നേരത്തെ പറഞ്ഞ എന്റെ അച്ഛനെയും കൂടി കൂട്ടിക്കൊന്നു. ഒരു ടീച്ചറുടെ കറുത്ത വാക്ക്. എന്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെ ഉപദേശിക്കല്ല, ഒരു കുട്ടിയോടും ജീവിതത്തിൽ കറുത്ത വാക്ക് ഉപയോഗിക്കരുത്. നീ പഠിക്കാത്തവനാണ് എന്ന് ആൾക്കൂട്ടത്തിൽ വെച്ച് പറയരുത്. പുറത്തു പോടാ എന്ന് പറയരുത്. ഗെറ്റ് ഔട്ട് എന്ന വാക്ക് എളുപ്പമാണ്. ഗെറ്റ് ലോസ്റ്റ് എന്ന വാക്ക് എളുപ്പമാണ്. ഡോർ ഈസ് ഓപ്പൺ പ്ലീസ് എന്ന വാക്കും എളുപ്പമാണ്. പക്ഷെ ഉറങ്ങുന്ന കുട്ടിയുടെ അടുത്ത് പോയിട്ട് പുറത്തു പോടാ എന്ന് പറയുന്നതിന് പകരം എന്തിനാ മോനെ നീ ഉറങ്ങുന്നത് എന്ന് ചോദിച്ച് മെല്ലെ മനസ്സിലാക്കി. അപ്പൊ അമ്മക്ക് ക്യാൻസർ തുടങ്ങിയത് അവൻ പറയും, അല്ലെങ്കിൽ വീട്ടിൽ ബഹളമുള്ളത് പറയും, ഫീസ് അടക്കാൻ പൈസ ഇല്ലാത്തത് പറയും, എന്തെങ്കിലും ഒരു ദുഃഖം അവനുണ്ടാവും. അതുകൊണ്ടാണ് ഉറക്കം കിട്ടാത്തേ, അതുകൊണ്ടാണ് പകല് വന്ന് ഉറങ്ങുന്നേ. എന്നാ മോനെ നീ കുറച്ചും കൂടി ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് തുടരുന്നവന്റെ പേരാണ് ദ ഗ്രേറ്റ് ടീച്ചർ എന്ന് നമ്മൾ പഠിക്കണം. അവനെ ഉറങ്ങാൻ അനുവദിക്കുക എന്നതാണ്. ഒരു ടീച്ചർ കുട്ടികളെ മനസ്സിലാക്കുന്ന ആൾ കൂടിയാണ്. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് തോന്നുന്നത് അങ്ങനത്തെ ടീച്ചേഴ്സ് ഒന്നും ഇപ്പൊ ഉണ്ടാവൂല എന്നൊക്കെ തോന്നാൻ. ഞാൻ പറയുന്ന ബാക്ക് ബെഞ്ചിലെ കുട്ടികളാണ് നമ്മളോട് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാകുക. ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് റാങ്ക് വാങ്ങിയവരൊക്കെ എന്താ ഉണ്ടാവുകയെന്നറിയോ? എന്റെ മിടുക്കുണ്ട്, എന്റെ മിടുക്കുണ്ട്, ഇങ്ങനെ എല്ലാറ്റിലും ഇങ്ങനെ പറയും. ടീച്ചേഴ്സിനൊന്നും അവർക്ക് ഓർമ്മയുണ്ടാവില്ല, എല്ലാം അവളുടെ മിടുക്കായിരിക്കും. ഞാൻ വെച്ച് ബാക്ക് ബെഞ്ചിൽ നമ്മൾ ഒരാളെ പൊക്കിക്കൊണ്ടുവന്നിട്ട് ഉഷാറാക്കി കൊണ്ടുവന്നാല് എപ്പോഴും ടീച്ചേഴ്സിനെ കാണാൻ അവൻ വരും. കാരണം അവനറിയാം ബാക്ക് ബെഞ്ചിൽ നിന്ന് എന്നെ മുന്നിലേക്ക് കൊണ്ടുവന്നത് ഈ ടീച്ചറാണ് എന്ന്. അതുകൊണ്ട് ഒരു കുട്ടിയെയും നമ്മൾ ഒറ്റപ്പെടുത്തരുത്, കുറ്റപ്പെടുത്തരുത്. ഈ ടീച്ചർ പറഞ്ഞ വാക്കതാണ്. എന്താണ്? നീ പൊയ്ക്കോന്ന്, കൂട്ടത്തിൽ അച്ഛനെയും കൂട്ടിക്കോന്നും പറഞ്ഞു. ആ സമയത്താണ് കസേര എടുത്തുകൊണ്ട് ഉയർത്തുന്നത്. അടിച്ചില്ലാന്നേ ഉള്ളൂ, അത്ര ദേഷ്യം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. 7th STD 7ാം ക്ലാസ്സിൽ നിന്ന് കസേര ഉയർത്തിട്ട് അവിടെ ഇട്ടും കണ്ട് ഇറങ്ങിണ്ട് പോരണേ. ആ കുട്ടി പിന്നെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ അലഞ്ഞു. കാര്യം നിങ്ങൾക്കറിയാലോ, ഒരു ദിവസം രാത്രി 1 മണിക്ക് എഴുന്നേറ്റിട്ട് ഭക്ഷണത്തിന് വേണ്ടി ഒരു ബർഗർ കിട്ടാൻ വേണ്ടിയിട്ട് പുറത്തു പോവാൻ. വീട്ടിൽ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ബർഗറിന്റെ ഷോപ്പ് പോയിട്ട് പറയാണെന്ത്, എനിക്ക് എന്തെങ്കിലും തരുമോന്ന്. അവിടെ നാട്ടി ബാക്കിൽ നിന്നൊരു ലേഡി ഇങ്ങനെ വിളിക്കാണ്, ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ, വാ മോനെ എന്ന്. അടുക്കളയിൽ വെച്ചിട്ടുള്ള കിച്ചണിലുള്ള ലേഡി. ആ ലേഡി അന്നെടുത്ത് കൊടുത്തൊരു ബർഗർ അത് കടിച്ചുകൊണ്ട് പോരുന്ന സമയത്ത് ഈ പാവം കുട്ടി ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാവും. ആ കുട്ടി പിന്നീട് കാലങ്ങൾക്ക് ശേഷം, ഇപ്പൊ ആൾക്ക് 40 വയസ്സായിട്ടുള്ളൂ, അപ്പൊ ഏകദേശം ഒരു 10-28 വർഷം മുമ്പേ ആ കുട്ടി അങ്ങനെ കരഞ്ഞുകൊണ്ടാണ്ട് പോയിട്ട് പിന്നെ വർഷങ്ങൾക്ക് ശേഷം വന്നിറങ്ങുമ്പോ ആ രാജ്യത്തിന്റെ എയർപോർട്ടിന്റെ പേര് പോലും, ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പേര് പോലും ഈ കുട്ടിയുടെ പേരാണ്. ദ ഗ്രേറ്റ് റൊണാൾഡോ എന്ന പേരാണ് എയർപോർട്ടിന്റെ പേര്. അങ്ങനെ അവൻ വരുന്നു, നേരെ ഈ സ്ത്രീയെ അന്വേഷിച്ച് നടക്കുന്നു. കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്റെ രാജ്യത്തിനൊരു ഇന്റർവ്യൂ കൊടുക്കുന്നു. ഇങ്ങനെ പണ്ട് ബർഗർ തന്ന ഒരു ലേഡിയെ കുറിച്ച് ഇന്റർവ്യൂവിൽ പറയുന്നു. ആ ഇന്റർവ്യൂ ഈ ലേഡി കേൾക്കുന്നു. ആ കേട്ടിട്ട് ആ ലേഡി തെരഞ്ഞു വരുന്നു. ആ ലേഡിക്ക് പകരമായി കൊടുത്തത് എന്നെന്നും സംരക്ഷണം മാത്രമല്ല, ആ രാജ്യത്തെ ഏറ്റവും ടോപ്പ് റെസ്റ്റോറന്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാണ്. അന്ന് തന്നെ ബർഗറിന് പകരമായി ഒരു റെസ്റ്റോറന്റ് തന്നെ ആ ലേഡിക്ക് തിരിച്ചങ്ങണ്ട് കൊടുക്കാൻ. അതാണ് ഗ്രേറ്റ് റൊണാൾഡോ. ആ അവസ്ഥ നമ്മൾ പഠിക്കണം. ആ വാല്യൂസ് നമ്മൾ പഠിക്കണം. മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു വാല്യൂസ് ഉണ്ട്. അത് ഏത് കളിക്കാരനായാലും ഏത് ഇതായാലും. അപ്പൊ നമുക്കൊക്കെ ചിലപ്പോൾ ഇന്ന് അമ്മയോട് പുച്ഛം, ചിലപ്പോൾ അച്ഛനോട് പുച്ഛം, ചിലപ്പോൾ അമ്മൂമ്മയോട് പുച്ഛം. നിങ്ങൾ അറിയോ, ലോകകപ്പ് എന്ന് പറയുന്ന സാധനം അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പേ ഒരു കുട്ടിയെ പറഞ്ഞ് കളിയാക്കിയിരുന്ന ഒരു പേരുണ്ട്. അതെന്താ? ദ ഷോർട്ട് ലെഗർ, കുഞ്ഞിക്കാലൻ എന്ന്. ആ കുട്ടി ചെറുതാണ്, കാലും ചെറുതാണ്. അതുകൊണ്ട് കുട്ടികൾ പറഞ്ഞ് കളിയാക്കുമായിരുന്നു ഷോർട്ട് ലെഗർ, കുഞ്ഞിക്കാലൻ എന്നിങ്ങനെ വിളിച്ചു പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അമ്മൂമ്മനോട് വന്നിട്ട് പറയാണ്, അമ്മൂമ്മ എന്നെ കുട്ടികൾ ഇങ്ങനെ വിളിക്കുന്നു. ഗ്രാൻഡ്മനോട് വന്നിട്ട് പറഞ്ഞു ഹിസ്റ്ററി ഒന്ന് പഠിക്കുക അദ്ദേഹത്തിന്റെ. അപ്പൊ ഗ്രാൻഡ്മ ഇങ്ങനെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് പറയാണ്, മോനെ ഈ കുഞ്ഞിക്കാല് കൊണ്ട് നീ ഇതിഹാസം സൃഷ്ടിക്കുന്ന കാലം വരും. കുഞ്ഞിക്കാല് കൊണ്ട് ഇതിഹാസം. ആ മോൻ അതും വിശ്വസിച്ചിട്ടൊരൊറ്റ ഓടലാണ്.
പിന്നെ കളിക്കളങ്ങളായി അങ്ങനെ ഉയർന്നുയർന്ന് പോയി. അങ്ങനെ കഴിഞ്ഞ ലോകകപ്പിൽ ആദ്യത്തെ ഗോൾ അടിച്ചിട്ട് ആകാശത്തിലേക്ക് കൈകൾ ഇങ്ങനെ ഉയർത്ത വിരലുകൾ, രണ്ട് വിരലുകൾ ഉയർത്തി. ആ കാലഘട്ടങ്ങളിൽ നിന്ന് പഠിച്ചോക്ക്. രണ്ട് വിരലിങ്ങനെ ഉയർത്തിയപ്പോ പത്രക്കാര് വന്നിട്ട് ചോദിക്കാണ്, സാർ നിങ്ങൾ എന്തുകൊണ്ടാണ് ആകാശത്തെ കൈ ഉയർത്തിയെന്ന്. മൈ ഗ്രാൻഡ് മാ ഈസ് ദെയർ, എന്റെ അമ്മൂമ്മയുണ്ട് അവിടെ എന്ന് ആകാശത്തിലേക്ക് കൈ ചൂണ്ടി പറയാൻ. ആ മനുഷ്യന്റെ പേരാണ് ദ ഗ്രേറ്റ് ലയണൽ മെസ്സി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വാല്യൂസ് ആണ്. തന്റെ ഉയരങ്ങളിൽ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് തന്റെ അമ്മൂമ്മ അവിടെയുണ്ട്. ചെറുപ്പത്തിൽ കുഞ്ഞിക്കാലൻ എന്ന് പറഞ്ഞ് കളിയാക്കിയ കുട്ടികൾക്കിടയിലൂടെ തലോടിക്കൊണ്ട് നീ ഇതുകൊണ്ട് ഇതിഹാസം സൃഷ്ടിക്കുമെടാ എന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഗ്രാൻഡ്മയുണ്ട് അവിടെ എന്ന് വിശ്വസിച്ചു പോരുന്നൊരു വാല്യൂസ് ഉണ്ട് മെസ്സിക്ക്. ഞാൻ സത്യത്തിൽ ചെറുപ്പത്തിൽ 10 വയസ്സിൽ ആദ്യമായിട്ട് ലോകകപ്പ് കാണണേ. അതുകൊണ്ട് അന്ന് അർജന്റീന ഇങ്ങനെ തിളങ്ങി നിൽക്കുകയും മറഡോണ കൊപ്പെടുക്കുകയും ചെയ്തതുകൊണ്ട് മനസ്സുകൊണ്ട് അവരുടെ കൂടെയാണ്. അതേ മെസ്സിയും ടീമുമാണ് ഫൈനലിലുള്ളത്. ഞാനന്ന് ഖത്തറിലുണ്ട്. അപ്പൊ ഏതായിരുന്നാലും അന്ന് മെസ്സിയും ടീമും കപ്പെടുത്ത കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി മനസ്സുകൊണ്ട്. അല്ലാതെ ഞാൻ ഫാൻസ് അസോസിയേഷൻ ഒന്നുമല്ല. പക്ഷേ അന്ന് രാവിലത്തെ ഒരു ഇന്റർവ്യൂ, ഒരു മനുഷ്യന്റെ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയതിന് മെസ്സിയും ടീമും തോറ്റാലും കുഴപ്പമില്ല, ഇയാൾ ജയിച്ചാൽ മതിയായിരുന്നു. അതേതായിരുന്നു എന്നറിയോ? അന്ന് രാവിലെ ഒരു ഇന്റർവ്യൂ കൊടുക്കുകയാണ്. സാർ, കഴിഞ്ഞ കൊല്ലത്തെ ലോകകപ്പ് നിങ്ങളാണ് 19ാമത്തെ വയസ്സിലെടുത്ത് ഉയർത്തിയത്. ഇന്ന് നിങ്ങൾക്ക് 24ാമത്തെ വയസ്സ്. ഈ കപ്പ് കൂടി നിങ്ങൾ എടുത്താൽ 600 കോടിയാണ് പേഴ്സണലി നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യം തരാൻ പോണം. പേഴ്സണലി 600 കോടി. നിങ്ങൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു പത്രക്കാര്. അദ്ദേഹം പറഞ്ഞത് ഈ ലോകകപ്പ് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? വികലാംഗനായ ഒരു പയ്യനാണ്. കണ്ടില്ലേ നിങ്ങള്? 2 കാലില്ലാത്ത ഒരുത്തനാണ്. എന്ത് ഒരു കർഷകനായ ഒരു പയ്യനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതുകൊണ്ട് ലോകത്തിലെ വികലാംഗരായ കുട്ടികൾക്ക് ഞാൻ ഈ 600 കോടി വിതരണം ചെയ്യും. അതിൽ നിന്നൊരു നയാ പൈസ പോലും ഈ എംബാപ്പെ എടുക്കില്ല എന്ന് പറഞ്ഞത് ഗ്രേറ്റ് കളിക്കാരന്റെ പേരാണ് കിലിയൻ എംബാപ്പെ എന്ന് നമ്മൾ പഠിക്കണം. വാല്യൂസ്. ഒരു മനുഷ്യന് കിട്ടുന്ന പൈസ കൊടുക്കുമെന്ന വാല്യൂസ്. ഒന്ന് സൊസൈറ്റിയോടാണ്, ഒന്ന് അമ്മൂമ്മ എന്ന് പറഞ്ഞ കുടുംബത്തോടാണ്, മറ്റൊന്ന് കപ്പ് കിട്ടിയിട്ട് ഗാലറിയിലേക്ക് നോക്കുമ്പോ എന്താ സാർ വേണ്ടത് എന്ന് സെക്രട്ടറി വന്ന് ചോദിക്കുമ്പോ എന്റെ മക്കളെവിടെ എന്നാ ചോദിക്കണത്. 2 മക്കളെയും ഗ്രൗണ്ടിലേക്ക് ഇറക്കിയിട്ട് പിന്നെ ആ മക്കളെയും കൊണ്ട് കളിക്കുന്ന മെസ്സിയെയും നമ്മൾ കണ്ടു. ഞാൻ അവരെ വാഴ്ത്തി പറയല്ല. ഒന്ന് ഫാമിലിയോടുള്ള ബന്ധം, മക്കളോടുള്ള ബന്ധം, ഒന്ന് അമ്മയോടുള്ള ബന്ധം, ഒന്ന് സമൂഹത്തോടുള്ള ബന്ധം. ഈ ബന്ധങ്ങൾ നമ്മളും കാത്തു സൂക്ഷിക്കണം. കളിക്കാര് പോലും അതാ നമുക്ക് കാണിച്ചു തരുന്നത്. മനസ്സിലായങ്ങൾ. പിന്നെ നമ്മളിത് കളി എന്ന് പറഞ്ഞിട്ട് ഒരു കളിയിൽ നമ്മൾ വിജയിക്കില്ല എന്നിട്ട് ജീവിതം കൊണ്ട് കളിക്കാം നമ്മൾ. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വാല്യൂസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവനവന്റെ വാല്യൂസിലേക്ക് തിരിച്ചു പോകലാണ്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഒരിക്കലും, ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്ന എന്റെ മക്കളെ, ഞാൻ പറഞ്ഞല്ലേ 10,000-2000 കുട്ടികളുടെ കെടുതി ജീവിതം കണ്ടൊരു മനുഷ്യൻ എന്ന നിലക്കാൻ പറയാണ് സെന്ററിൽ വെച്ചിട്ട്. അഥവാ പ്രണയത്തിന്റെ ലോകത്തേക്കും ഈ പറയുന്ന എത്തീസത്തിന്റെ ലോകത്തിലേക്കും ഈ പറയുന്ന എന്തിലേക്കും മയക്കുമരുന്നിന്റെ ലോകത്തിലേക്കും പോയി ജീവിതം അടിഞ്ഞുകൂടിയ കുട്ടികളെ കണ്ട് മനസ്സിലാക്കിയ ഒരാളെന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാണ്, ദയവ് ചെയ്ത് അതിലേക്കൊന്നും കടന്നു പോകല്ലേ. ഞാൻ പ്രണയത്തെ കുറിച്ച് പറയുമ്പോൾ സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛനെ അമ്മേനൊക്കെ അറിയിച്ചിട്ട് ഉള്ളിന്റെ ഉള്ളിൽ തോന്നിക്കഴിഞ്ഞാൽ അവതരിപ്പിച്ചോ എന്നതല്ലാതെ ദയവ് ചെയ്തിട്ട് അതിന്റെ കളികളിലേക്ക് നിങ്ങൾ പോകല്ലേ. ജീവിതം മുഴുവനും ഇല്ലാണ്ടയാകും. അവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ പോകേണ്ടത്. പഠിത്തത്തിന്റെ ലോകത്തിലൂടെ, കരിയറിന്റെ ലോകത്തിലൂടെ, ഏറ്റവും ടോപ്പ് കരിയർ ഞാൻ പറഞ്ഞു ആ ഒരു ലോകത്തിലേക്ക് എത്തലാണ്. സമൂഹത്തിന്റെ ആളായി മാറലാണ്. നിങ്ങൾക്ക് എപ്പോ സമൂഹത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? എപ്പോഴെങ്കിലും നിങ്ങളൊരു എന്താകുന്നു, ഒരു ഡോക്ടറാകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ലെക്ചർ ആകുന്നു, എന്തെങ്കിലും ആകുന്നു എന്ന് വെക്കുക. അങ്ങനെ ആവുമല്ലോ നിങ്ങൾ. ആ സമയത്ത് ഒരാൾ നിങ്ങളെ സഹായം തേടി വരുന്ന സമയത്ത് അയാളെ സഹായിക്കാനുള്ളൊരു സന്മനസ്സ നിങ്ങൾക്ക് ഉണ്ടാകണം. അതാ ഉണ്ടാവണം. ഒരു പാവം കുട്ടി വന്നിട്ട് പറയാണ്, ടീച്ചറെ അല്ലെങ്കിൽ മാഷെ അല്ലെങ്കിൽ ഇന്നാളെ എന്ന് ചോദിച്ചാൽ പറയാണ്, എനിക്ക് ഫീസൊന്നുമില്ല, പഠിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? ആ കുട്ടിയെ ദത്തെടുക്കലാണ് സോഷ്യൽ റിഫോർമേഷൻ. അങ്ങനെ ഒരുപാട് ആളുകളെ ദത്തെടുക്കലാണ് സോഷ്യൽ റിഫോർമേഷൻ. അങ്ങനെ ഈ പ്രദേശത്ത് വിദ്യാഭ്യാസത്തിന്റെ ഒരു ചാഞ്ചാട്ടവും ഇല്ലാത്ത ഒരു കാലത്ത് 95 എന്ന് പറയുമ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലമാണ്. ഡിഗ്രി ഫസ്റ്റ് ഇയർ 95 അതാണ്. ആ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചതാണ് മന്നാനിയ. വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി, ഏത് ജാതി മതക്കാർക്കും വേണ്ടി തുടങ്ങി വെച്ചൊരു കാഴ്ചപ്പാടിന്റെ പേരാണ് മന്നാനിയ. ആ മന്നാനിയ കോളേജിൽ നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്പർ 1 ഇവിടെ വാല്യൂസ് തന്നെയായിരിക്കണം മുമ്പിൽ നിൽക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, വാല്യൂസ് ഉണ്ടോ? ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നിങ്ങൾ വലിയ വലിയ കമ്പനി നിങ്ങൾ പോയി നോക്കും, വാല്യൂസിനെ അളക്കും, നിങ്ങളുടെ കൾച്ചറിനെ അളക്കും. ഉറപ്പായിട്ടും നിങ്ങളുടെ സോട്ട് അനാലിസിസ് ഇതെല്ലാം നിങ്ങൾ എഴുതി കൊടുക്കേണ്ടി വരും. ഏതെങ്കിലും രൂപത്തിലും ഭാവത്തിലും നടന്നാൽ നിങ്ങൾക്ക് കിട്ടില്ല. വിദേശത്തേക്കാണോ നിങ്ങൾ പോണത്?
നിങ്ങൾ ഈ പറയുന്ന യൂറോപ്പിലേക്കും US-ലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളാണല്ലോ ഇതൊക്കെ. ഓസ്ട്രേലിയ വേറെ ഭൂഖണ്ഡമാണ്, യൂറോപ്പ് വേറെ ഭൂഖണ്ഡമാണ്, അതേമാതിരി കാനഡ വേറെ ഏരിയയാണ്, അമേരിക്ക വേറെ ഏരിയയാണ്. കാനഡ ഒരു രാജ്യമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്തിലേക്ക് നിങ്ങൾ പോകുമ്പോഴും അവിടൊക്കെ നോക്കൽ ഒന്ന് സ്കിൽസ്, പാഷൻ, വാല്യൂസ്. ഈ മൂന്നും നോക്കാതെ നിങ്ങൾ അങ്ങോട്ട് കയറ്റൂല കേട്ടോ. അതിലേറ്റവും കൂടുതൽ വാല്യൂസ് എന്താ? ഈ വാല്യൂസ് എന്ന് പറഞ്ഞാൽ അയാൾ ഏറ്റവും സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ACCA CMA എന്ന് പറഞ്ഞല്ലോ, ഏറ്റവും ട്രിക്കോട് കൂടിയിട്ട് അമാൽഗമേഷനും അബ്സോർപ്ഷനും റീകൺസ്ട്രക്ഷനും റീകൺസിലിയേഷനും നടപ്പിലാക്കിയാലും, ഈ പറഞ്ഞ ക്യാഷ് ഫ്ലോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയാലും, ഫോർകാസ്റ്റിംഗ് നടത്തിയാലും, ഇനി അതല്ല അതിനും അപ്പുറത്തേക്ക് നിങ്ങൾ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തിയാലും, ഏത് മേഖലയ്ക്ക് പോയാലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ വിശ്വാസ്യതയുണ്ടോ എന്ന് അവർ അളക്കും. ഇല്ലെങ്കിൽ നിങ്ങളെ സമ്പത്ത് ഏൽപ്പിക്കൂല, നിങ്ങളെ ഈ പണിയൊന്നും ഏൽപ്പിക്കൂല. നിങ്ങൾ സത്യസന്ധരാണെന്ന് നോക്കും. സത്യസന്ധരാണോ? യു ഷുഡ് കീപ് ഇന്റഗ്രിറ്റി ആൻഡ് കേപ്പബിലിറ്റി. വിശ്വസ്തരായിരിക്കണം, നല്ല കപ്പാസിറ്റി ഉണ്ടാവണം. അങ്ങനത്തെവർക്ക് ഉയരാൻ പറ്റൂ. ഒരു കമ്പനിയുടെ തലപ്പത്തേക്ക് കയറണോ, HR, ഫിനാൻസ്, ഓപ്പറേഷൻ, പ്രൊഡക്ഷൻ, IT, അതേപോലെ തന്നെ എല്ലാ വിങ്ങും നോക്കി സത്യസന്ധമായി മുന്നോട്ട് പോകുമെന്ന് നിങ്ങളുടെ സത്യസന്ധതക്കാണ് നിങ്ങളുടെ കഴിവിനേക്കാളും പ്രാധാന്യം കൊടുക്കുക. ഉറപ്പായിട്ടും കമ്പനികൾ കൊടുക്കുക. നമ്മളൊക്കെ കുറെ സ്റ്റാഫുകൾ ഉള്ളതാണ്. ആഫ്രിക്കയിൽ നമുക്ക് 100-200ഓളം സ്റ്റാഫുകളുണ്ട്. ദുബായിൽ ഇതേപോലെ തന്നെ 100-150ഓളം ആൾക്കാരുണ്ടാവും. നമ്മുടെ നാട്ടിലുള്ള കമ്പനിയിൽ ഇതേപോലെ ഒക്കെ ഉണ്ടാവും. അതിൽ സത്യസന്ധന്മാരെ തന്നെ നമ്മൾ മുന്നോട്ട് കയറ്റാറുള്ളൂ. അല്ലാതെ കഴിവുള്ളതിന്റെ പേരിൽ മാത്രം കയറ്റൂല. അതുകൊണ്ട് കഴിവ് കുറെ ഉണ്ടാക്കാൻ നിങ്ങൾ വിചാരിക്കല്ലേ. സത്യസന്ധത അതിന്റെ ഒരു ഭാഗമാണ്. ആ ഒരു രീതിയിലൂടെ നമ്മൾ ഉയർന്നു പോവുക. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് വിദ്യാഭ്യാസത്തിന്റെ പ്രതലത്തിലേക്ക് പോകുമ്പോൾ രക്ഷിതാക്കളോട് പറഞ്ഞോട്ടെ, ദയവ് ചെയ്തിട്ട് നിങ്ങളോട് 5 മിനിറ്റ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാണ്. ഈ രക്ഷിതാക്കൾ ഒരിക്കലും ഇവരെ ഫോളോ ചെയ്ത് പിന്നാലെ കൂടി അവരെ മോശമായിട്ട് ആക്കരുത്. നേരെ മറിച്ചിട്ട് അവർക്ക് എന്നും ചുംബനം കൊടുക്കുക. ഇതില് മൊത്തം കിട്ടിയ കുട്ടികളെന്ന് കൈപ്പൊക്കിയായിട്ട് ഒരാഴ്ചയായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കൈപ്പൊക്കും. ഉമ്മാരോട് ഇരിക്കണ്ടെന്നാൽ അതുകൊണ്ട് നിങ്ങൾ കളവ് പറയില്ലല്ലോ. തന്നത് ഉമ്മയും അമ്മയൊക്കെ ആണല്ലോ. ഒരാഴ്ചൻ്റെ ഉള്ളിലും മാതാവിന്റെ പിതാവിന്റെ അടുത്തുനിന്ന് മുത്തം കിട്ടിയ ആൾക്കാരൊന്ന് കൈവയ്ക്കട്ടെ. ഉറപ്പന്നല്ലേ? ആ കുട്ടി ആലോചിക്കുക, എന്നോ കിട്ടിയോളെ കണ്ണിൽ അതൊക്കെ ഉണ്ട്, എനിക്ക് ഓർമ്മയേ ഇല്ല എന്നുള്ളതാണ്. കൈതാത്തിക്കോ. നേരെ തിരിച്ചും ചെയ്യാം. ഉമ്മാർക്കും അമ്മമാർക്കും ഉമ്മ കൊടുത്ത ആൾക്കാരൊന്ന് കൈവയ്ക്കട്ടെ. അവിടെയാണ് പ്രശ്നം. നമുക്കൊരു മടിയാണ് അമ്മന്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോ. ഇപ്പൊ മൊത്തം കൊടുത്ത അമ്മ എന്താ വിചാരിക്കുക എന്നുള്ളത്. ഇന്നത്തെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ആദ്യത്തെ പണി എന്താന്ന് അറിയുന്നത്? ഇതിലിപ്പോ ഇവിടെ അമ്മമാരോ അച്ഛന്മാരോ വന്നവരൊന്ന് കൈപ്പൊക്കിയാട്ടെ. അവനവന്റെ അച്ഛന്മാരോ അമ്മമാരോ വന്നവരൊന്ന് കൈപ്പൊക്കിയാട്ടെ. ഒന്ന് പൊയ്ക്കിക്കോ നല്ല പോലെ. ഇവിടെ ഉണ്ടല്ലോ അല്ലേ? രക്ഷിതാക്കളല്ല, കുട്ടികൾ കൈപ്പൊക്ക്. ആരുടെയൊക്കെ രക്ഷിതാക്കൾ വന്നിട്ടുണ്ട്? ഇത്രയും കുട്ടികളെങ്കിലും വന്നിട്ടുണ്ട്. കുറെ ആൾക്കാർ വന്നിട്ടില്ല. ഇന്ന് പോയിട്ട് ആദ്യത്തെ പണി, ഇവിടെ വന്നാലും വന്നില്ലെങ്കിലും ഫസ്റ്റ് പണി അവരെ പോയിട്ട് എന്താക്കുക? ഒരു മുത്തം കൊടുക്കുക. അത് എന്തിനാ കൊടുക്കണമെന്ന് ചോദിക്കുക. എല്ലാം എന്താവും? സോൾവ് ആവും. മുത്തം കൊടുത്ത് എപ്പോഴും കൂടെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ മക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര രസമാണ്. ഞാൻ എൻ്റെ കഥ പറയുകയാണ്. എൻ്റെ ഇപ്പോൾ 3 മക്കളെ വീട്ടിൽ 2 ആൾക്കാർ UK-യിലാണ്. 3 ആൾക്കാരും എനിക്ക് രാത്രി മുത്തം തരാതെ അവർ പോയി കിടന്നുറങ്ങാറില്ല. അതൊരു ശീലമാണ്, ഡെയിലിയുള്ള ശീലമാണ്. മനസ്സിലായി? ചിലപ്പോൾ ഇനിയിപ്പോ രാത്രിയൊക്കെയാണ് കിടക്കണമെങ്കിൽ എന്നാലും അവിടെ ഇല്ലാന്ന് വിചാരിക്കാൻ ട്രെയിനിൽ. അപ്പൊ ചിലപ്പോൾ വിളിച്ചാണ് ഇപ്പൊ ഉമ്മട്ടാന്ന് ഇറങ്ങിയാണ്ട് ആയിരിക്കുന്നുണ്ട്. അതൊരു രസമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ത്രില്ലാണ്. നമ്മുടെ സ്വന്തം മക്കൾക്ക് തിരിച്ചു. അങ്ങനെയൊക്കെ രക്ഷിതാക്കളും ഒന്ന് ഇതാവണം. നമ്മളൊരിക്കലും ബലം പിടിക്കുന്ന രക്ഷിതാക്കളാകരുത്. ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കുളിക്കാനോ മറ്റോ പോയാൽ, സ്വന്തമായിട്ട് ഫാമിലി ഒരു കുളിയൊക്കെ ഉണ്ടാവൂലേ, അങ്ങനെ കുളിക്കാൻ വേണ്ടി പോയാൽ അച്ഛനെങ്ങനെ തള്ളാനുള്ള ഒരു സൗഭാഗ്യമുള്ള മക്കളായിട്ട് നമ്മൾ വളരണം. തള്ളുന്ന സമയത്ത് ഞാൻ നിന്റെ അച്ഛനല്ലേ, നീ എന്നെ എങ്ങനെ തള്ളുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ആ അച്ഛനോട് നമുക്കൊന്നും പറയല്ല. മനസ്സിലായോ? എന്താക്കണം? ഉമ്മക്ക് നീന്തൽ അറിയാന്ന് വിചാരിക്കും, ഉമ്മ ഇറങ്ങുന്നില്ല എന്ന് വിചാരിക്കും. മനസ്സിലായോ? എങ്ങനെങ്കിലൊക്കെ ആക്കിയിട്ട് ഉമ്മനെയും പിടിച്ചിട്ട് കുളത്തേക്ക് തള്ളണം. നിങ്ങൾ ഒറ്റക്കുള്ള കൊടുത്തിട്ടാ, പൊതുമധ്യത്തിലല്ല ഞാൻ പറഞ്ഞത്. ഒരു ഫാമിലി പോണ്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്താക്കണം? അങ്ങനെ ഉമ്മ ഉപ്പ അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ട് വളർത്തണം. അവർക്ക് ഇങ്ങനെ കൂടെ നിൽക്കുന്ന ഒരാളായി മാറണം. അങ്ങനെയാണ് നമ്മുടെ ഏത് വിജയം വരുമ്പോഴും ദയവ് ചെയ്തിട്ട് നിങ്ങൾ അത് ചങ്ക് ബ്രോസിനും ചങ്ക് സിസ്റ്റർക്കും കൊടുക്കരുത്. അതൊക്കെ നിങ്ങൾ എന്താ വെച്ചാൽ കൊടുത്തോളി. പക്ഷെ ഉന്നത വിജയം വരുന്ന സമയത്ത് അത് അമ്മക്ക് നമ്മൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. ഇതാർക്ക് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായ ഒരു വീട് വെക്കുമ്പോൾ അതിന്റെ ഉദ്ഘാടകനായി ക്ഷണിക്കേണ്ടത് വേറെ ആരെയല്ല, നിങ്ങളുടെ സ്വന്തം അമ്മയെ കൊണ്ട് ചാവി തിരിപ്പിക്കും. കണ്ണിൽ ഇങ്ങനെ ഒരു കണ്ണുനീര് വരുന്നത് നിങ്ങൾക്ക് കാണാം. ഒരുപാട് കാലത്തിന്റെ പ്രാർത്ഥനകളാണ് ആ കണ്ണുനീരായിട്ട് വരുന്നത്. അത്രയും ബന്ധങ്ങളായിരിക്കണം. അശ്വിൻ കുമാർ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്.
അന്ന് മെഡിക്കൽ എൻട്രൻസിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി അവന്. പത്രക്കാരെല്ലാരും കൂടി വീട്ടിലേക്ക് വന്നു. അന്ന് കേരള എൻട്രൻസ് ആണ്. പത്രക്കാർ വന്നിട്ട് ചോദിച്ചു, മോനെ ഈ സമ്മാനം നീ ആർക്കാ കൊടുക്കാന്ന്. അന്ന് ആ പയ്യൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അവനുണ്ട് ചങ്ക് ബ്രോസും സിസ്റ്റേഴ്സ് ഒക്കെ. അവൻ പറഞ്ഞത് എന്റെ അമ്മക്ക് എന്നാണ്. ഈസ് യുവർ മദർ എ ഡോക്ടർ? നിന്റെ അമ്മ ഒരു ഡോക്ടറാണോ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, നോ, വീട്ടിൽ നിന്ന് തിരിയുന്ന ഒരു പാവം പെണ്ണാണ് എന്ന് പറഞ്ഞത്. പാവം സ്ത്രീയാണ്. പിന്നെന്തിനാ മോനെ നീ അമ്മക്കത് കൊടുക്കുന്നത് എന്ന ചോദ്യത്തിന് ആ കുട്ടി കൊടുത്ത മറുപടി, രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പഠിക്കാനിരിക്കുന്ന എന്റെ കണ്ണിന്റെ മുമ്പിൽ കട്ടൻ ചായ കൊണ്ടുവന്ന് വെച്ച്. ഇതെല്ലാരും പറഞ്ഞ വാക്കാണ്. പക്ഷെ രണ്ടാമത്തത് പൂരിപ്പിച്ചു അവൻ. അശ്വിൻ കുമാർ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പഠിക്കാനിരിക്കുന്ന എന്റെ കണ്ണിന്റെ മുമ്പിൽ കട്ടൻ ചായ കൊണ്ടുവന്ന് വെച്ച് എന്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് കാത്തിരിക്കുന്ന എന്റെ അമ്മക്ക് എന്റെ 1 റാങ്ക്. പഠിക്കുന്ന സമയത്ത് കുട്ടിയുടെ നെറ്റിയിൽ മുത്തം വെച്ചിട്ട് മോനെ പഠിക്കടാ എന്ന് പറഞ്ഞിട്ട് രാത്രി 2 മണിക്ക് എഴുന്നേറ്റിട്ട് കട്ടൻ ചായ കാച്ചിയിട്ട് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് എന്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് കാത്തിരിക്കുന്ന എന്റെ അമ്മക്ക് എന്റെ 1 റാങ്ക്. ആ ഒരു അമ്മയാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ മക്കളെ എത്ര വളർന്നു പോയാലും എത്ര ഉയർന്നു പോയാലും ആ മക്കളെ ചുംബനം കൊടുത്ത് വളർത്താൻ പറ്റുന്ന മാതാപിതാക്കളായി നമ്മൾ വളരണം. നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ പഠിക്കാത്ത മക്കളുണ്ടാവും. മാത്തമാറ്റിക്കൽ ലോജിക് ഇല്ലാത്തതിന്റെ പേര് സ്റ്റാറ്റിസ്റ്റിക്സും കയറാത്ത കുട്ടികൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകും. എക്കണോമിക്സിന്റെ ലോജിക്ക് കയറാത്ത കുട്ടികളുണ്ടാവും. ആ കുട്ടികളെ നിങ്ങൾ പഴിചാരല്ലേ, അവരെയും നെഞ്ചത്ത് ചേർത്ത് നടത്ത്. കാരണം അവരായിരിക്കും ഒരു പക്ഷേ നാളെ നമ്മുടെ ഏറ്റവും വലിയ ഉന്നതിയിലേക്ക് എത്തുന്ന കുട്ടികളാവുക. അതുകൊണ്ട് ആരെയും നമ്മൾ ഒറ്റപ്പെടുത്തരുത്. എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് നമ്മളിപ്പോ ഈ ചങ്ക് ബ്രോസ്, ചങ്ക് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, നമ്മളെ ബെസ്റ്റീസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അവർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഏകദേശം 4-5 വർഷം മുമ്പാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷം മുമ്പാണ്. പക്ഷേ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, നിങ്ങളുടെ അമ്മക്ക് പ്രഗ്നൻസി ആയി എന്ന്, നിങ്ങൾ ജനിച്ചിട്ടില്ല കേട്ടോ, നിങ്ങൾ പ്രഗ്നന്റ് ആയി എന്ന് ഡോക്ടർ പറയുമ്പോ അറിയാതെ കൈ ഇങ്ങനെ വയറ്റത്തേക്ക് പോകും, എന്റെ കുട്ടി എന്ന്. ആ കുട്ടിക്ക് കൈയുണ്ടോന്ന് അറിഞ്ഞുകൂടാ, കാലുണ്ടോന്ന് അറിഞ്ഞുകൂടാ, ആ കുട്ടി വികലാംഗയാണോ എന്നറിഞ്ഞുകൂടാ, ഓട്ടിസ്റ്റിക് ആണോ എന്നറിഞ്ഞുകൂടാ, കറുത്തതാണോ വെളുത്തതാണോ എന്നറിഞ്ഞുകൂടാ. അപ്പോഴേക്കും ഉറങ്ങുന്ന സമയത്തെല്ലാം ചെരിഞ്ഞു കിടന്നിട്ട് കമിഴ്ന്ന് കിടന്നാൽ അത് അലസിപ്പോകുമെന്ന ഭയത്താൽ കമിഴ്ന്ന് പോലും കിടക്കാതെ ചെരിഞ്ഞു കിടന്നിട്ട് എന്റെ മോൻ എന്റെ മോൾ എന്ന് പറഞ്ഞ് കിടന്നൊരു പാവം തള്ളയുടെ പേരാണ് അമ്മ എന്ന് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ട് ഭയങ്കര പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഭയങ്കര ഉഷാറായിട്ട് മുന്നോട്ട് പോകുമ്പോ അമ്മൂമ്മ വിളിക്കാണ് അല്ലെങ്കിൽ ഉമ്മാമ്മ വിളിക്കാണ്, മോളെ നീ ഒന്ന് വരുമോന്ന്, മോളെ നീ ഒന്ന് വരുമോന്ന് ചോദിക്കുന്നത് ഒന്ന് കാണാനാണ്. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞതെന്നറിയോ? ഞാൻ ഇവിടെ പ്രൊജക്ട് ചെയ്യാണ് മാമ, അപ്പൊ എനിക്ക് വരാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ കുറെ വർഷപ്പുറത്തേക്ക് പോകണം. ലേബർ റൂമിൽ നിങ്ങളുടെ ഉമ്മ കിടന്നിട്ട് കരയാണ്, എന്ന് പറഞ്ഞിട്ട് പ്രസവ നൊമ്പരം കാരണത്താൽ കരയാണ്. ആ സമയത്ത് തസ്ബീഹ് മാല മറിച്ചുകൊണ്ടോ അല്ലാതെയോ അല്ലെങ്കിൽ ഏത് ജാതിക്കാരെ അവരുടെ പ്രാർത്ഥനകൾ ചൊല്ലി ലേബർ റൂമിന്റെ പുറത്ത് നിന്നിട്ട് കണ്ണീർ വാർത്തൊരു പാവം സ്ത്രീയുണ്ട്. എന്റെ കുട്ടിക്കൊന്നും സംഭവിക്കരുതേ, ആ കുട്ടിയുടെ കുട്ടി ജനിക്കാനിരിക്കുന്ന കുട്ടിക്കൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞ് അന്നേ പ്രാർത്ഥനയിൽ നിന്ന ഒരു പാവം തള്ളയുടെ പേരാണ് ഉമ്മാമ്മ എന്നും അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞാൽ ആ സ്ത്രീകളൊന്ന് വിളിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പോലും കഴിയാത്ത മക്കളായി നമ്മളാരും മാറരുത്. നമ്മൾ ആരാവണം എന്നറിയോ? കോളേജിൽ ഏറ്റവും സ്ട്രോങ് ആയി പഠിക്കുന്ന ആള്, സിംപോസിയവും സെമിനാറും വരുമ്പോൾ ഏറ്റവും ഉജ്ജ്വലമായി സംസാരിക്കുന്ന ആള്, മത്സരങ്ങൾ വരുമ്പോൾ മത്സരത്തിൽ 1-ാം സ്ഥാനം കിട്ടുന്ന കുട്ടി, അതേപോലെ തന്നെ ഏത് കോമ്പറ്റീഷനിലും പങ്കെടുത്തിട്ട് 1-ാം സ്ഥാനത്തേക്ക് എത്തുന്ന ആള് അല്ലെങ്കിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന കുട്ടി. പക്ഷെ ഇതൊക്കെയാണെങ്കിലും തിരിച്ചെത്തിയിട്ട് വീട്ടിലെത്തുമ്പോ ഉമ്മാമ്മയുടെ തലയിൽ മടി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മടിത്തട്ടിൽ തല വെച്ചുകൊണ്ട് ഉമ്മാമ്മ ഒരു കഥ പറഞ്ഞു തരുന്നെന്ന് പറയുന്ന ഒരു കുട്ടിയായിട്ട് നമ്മൾ മാറുമ്പോഴാണ് സംസ്കാര സമ്പന്നമായ ഒരു കുട്ടിയായി നമ്മൾ മാറുന്നത്. ഉമ്മക്ക് ചിലപ്പോൾ നമ്മുടെ അത്ര വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാവില്ല. ഉമ്മ പറയുന്ന വാക്കുകൾ തെറ്റുമ്പോ ഉമ്മയെ അണഞ്ഞൂട്ടി പിടിച്ചുകൊണ്ട് ഉമ്മക്കൊരു മുത്തം കൊടുക്കുന്ന അമ്മക്കൊരു മുത്തം കൊടുക്കുന്നവന്റെ പേരാണ് വിദ്യാർത്ഥി. അങ്ങനെ നിങ്ങളൊന്ന് പോയി നോക്കട്ടെ, ജീവിതം സ്ട്രോങ് ആവും കേട്ടോ, ജീവിതം സ്ട്രോങ് ആവും. നേരെ മറിച്ചിട്ട് നേരത്തെ പറഞ്ഞ മയക്കുമരുന്നിലേക്ക് പോവുകയാണെങ്കിൽ അതേ അമ്മയുടെ അടിവയറ്റത്ത് നിങ്ങൾ കത്തിക്കൊണ്ട് കുത്തിയിറക്കും. കാരണം എന്താണെന്നറിയോ? ഡോപ്പമിന്റെ അടയാളങ്ങൾ കുറഞ്ഞു വരുമ്പോ ഇഷ്ടമുള്ളവരെ വെറുക്കുക എന്നതിന്റെ ഒരു ഭാഗമാണ്. ഇഷ്ടമുള്ളവരോട് വെറുപ്പ് തോന്നും. അതിൽ ആദ്യത്തെ വെറുപ്പ് അമ്മനോട് ഉമ്മനോടൊക്കെ വരും. അതാണ് മയക്കുമരുന്ന് അടിക്കുന്നവർ ഏറ്റവും കൂടുതൽ കൊന്നിട്ടുണ്ടാവുക. അയൽവാസിനും വേറുള്ളവരല്ല, ആരായിരിക്കും? സ്വന്തം മാനിപ്പാനെ. ദയവ് ചെയ്ത് ആ ലോകത്തിലേക്ക് പോകാതിരിക്കുക. എപ്പോഴെങ്കിലും ഒരു കോടതിയുടെ വരാന്തയിൽ വെച്ചിട്ട് മോളെ നീ എന്റെ കൂടെ വാ എന്ന് പാവം ഉമ്മ പറയുമ്പോ തള്ളേ ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അന്ന് കണ്ടുമുട്ടിയ ഒരു പയ്യന്റെ കയ്യം പിടിച്ചുകൊണ്ട് നടന്നകലുന്ന കുട്ടികളിൽ ഈ മന്നാനിയ കോളേജിലെ കുട്ടികൾ ഉണ്ടാകരുത്. തന്റെ അമ്മയോടൊപ്പം, തന്റെ അച്ഛൻ്റെയോടൊപ്പം, തന്റെ ഉമ്മയോടൊപ്പം ജീവിതം മുന്നോട്ട് പോകുന്ന കുട്ടികളായി നമ്മൾ മാറണം.
ഞാൻ പറഞ്ഞു വരുന്നത് ഫിസിക്കലി ഫിറ്റ് ആവുക, ഇന്റലക്ച്വലി ഫിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല എഡ്യൂക്കേഷൻ തലത്തിലേക്ക് നിങ്ങൾ എത്തുക, ലോകത്തിന്റെ ഉന്നതമായ കലാലയങ്ങളിലേക്ക് നിങ്ങൾ എത്തുക. നിങ്ങളിനിപ്പോ ഏത് കഴിഞ്ഞ എക്കണോമിക്സ് കഴിഞ്ഞവർക്കും IIT PhD ഉണ്ട് കേട്ടോ. അല്ലാതെ വെറും എഞ്ചിനീയറിംഗ് മാത്രമല്ല അവിടെ ഉള്ളത്. ഹിസ്റ്ററി കഴിഞ്ഞവർക്കും ഇതേമാതിരി ലോകത്തിലെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിങ്ങൾക്ക് PhD ഉണ്ട് കേട്ടോ. ഇവിടെ പഠിക്കുന്ന കൊമേഴ്സിന്റെ കുട്ടികൾക്ക് ഹാർവാർഡിൽ അഡ്മിഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ പഠിക്കുന്ന ഹിസ്റ്ററി കുട്ടികൾക്ക് ഇതേപോലെ കാംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഉണ്ട് കേട്ടോ. ഇവിടെ ഇക്കണോമിക്സിന് പഠിക്കുന്ന കുട്ടിക്ക് LSE ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ സീറ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ലോകത്തിന്റെ ഏറ്റവും ടോപ്പ് ക്യാമ്പസിൽ നമ്മൾ എത്താൻ ശ്രമിക്കും. എന്നിട്ട് ടോപ്പ് റേഞ്ചിൽ എത്തും നമ്മൾ ഇവിടെ. അതിന് പാവപ്പെട്ടവരായാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരു നയാ പൈസ നമ്മളെ കയ്യിൽ. നിങ്ങൾ വിചാരിക്കും ലണ്ടനിൽ പോവാ എത്ര പൈസ ഉണ്ട്, എത്ര പൈസ ഉണ്ട്. വേണ്ട. കോട്ടയത്തെ ചോർന്നൊലിക്കുന്ന സ്കൂളിന്റെ മൂലയിൽ ഒരു രംഗൊന്ന് ആലോചിച്ച് നോക്ക്. കോട്ടയത്തെ ചോർന്നൊലിക്കുന്ന സ്കൂളിന്റെ മൂലയിലിരുന്ന് ഉറ്റി വീഴുന്ന തുള്ളികൾ നോക്കിയിട്ട് അടുത്തിരിക്കുന്ന ജോണിനോട് പറഞ്ഞു, ജോൺ, അടുത്ത കൂട്ടുകാരനോട് പറയാണ്, ജോൺ എനിക്കും പോകണം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്ക് എന്ന്. ജോൺ അന്ന് കളിയാക്കി. ജോണിന്റെ ആ കളിയാക്കൽ കൂരമ്പ് പോലെ എന്റെ ഹൃദയത്തിലേക്ക് തറച്ചു എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്. അംബേദ്കർ പോയി പഠിക്കുന്ന ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ അന്ന് അംബേദ്കർ അവിടെ പഠിക്കുകയാണ്. ഈ കുട്ടി 7ാം ക്ലാസ്സിലാകുമ്പോൾ അവിടെ അംബേദ്കർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അംബേദ്കർ പോയ ക്യാമ്പസിൽ എനിക്ക് എത്തണം, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്. ആ കുട്ടി സ്വപ്നം കണ്ടു. ഡ്രീംസ് ആർ ദ മോസ്റ്റ് ആൻഡ് പവർഫുൾ എനർജി. സ്വപ്നമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും ശക്തമായ എനർജി എന്ന് പറഞ്ഞത് ആ മനുഷ്യനാണ്. ആ മനുഷ്യൻ പിന്നെ അവിടെ എത്തി. ഒരു നയാ പൈസ കൊടുക്കാതെ പിന്നെ അവിടുന്ന് ഡോക്ടറായി ഇറങ്ങി, PhD കഴിഞ്ഞ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉപരാഷ്ട്രപതി, പിന്നെ നമ്മുടെ രാഷ്ട്രപതി. ഇന്നേ വരെ ഇന്ത്യക്ക് ഒരൊറ്റ മലയാളിയെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ. ഇന്നേ വരെ ഇന്ത്യക്ക് ഒരൊറ്റ മലയാളിയെ പ്രസിഡന്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ പേരാണ് ഡോക്ടർ KR നാരായണൻ. ആ നാരായണൻ പഠിച്ചത് ഈ LSE ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണ്. എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ആ LSE നിങ്ങളെയും കാത്തിരിക്കുക. ഇതൊന്നും നിങ്ങൾ നമുക്ക് കിട്ടില്ല എന്ന് വിചാരിക്കല്ലേ. ഞാൻ നാളെ MES തിരൂരിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളൊക്കെ LSE എത്തുന്ന കാലം ഞാൻ സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞപ്പോ പ്രിൻസിപ്പൽ സാർ വന്നുകൊണ്ട് പറഞ്ഞു, സാർ ഇവിടെ നിന്ന് ഒരു കുട്ടി ഇപ്പൊ LSE ഉണ്ട്. MM സ്കൂൾ കാലിക്കറ്റ് കടപ്പുറത്ത് സ്കൂൾ, MM സ്കൂൾ. ആ MM സ്കൂളിൽ പോയിട്ട് പ്രസംഗിക്കുമ്പോൾ അവിടുത്തെ ഇതേപോലെ മാനേജ്മെന്റിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, സാർ കഴിഞ്ഞ വർഷം ഇവിടുന്ന് ഒരാൾ പോയിട്ടുണ്ട്. കുറെ കാലങ്ങളായി പ്രസംഗിക്കുന്നതിന്റെ ഭാഗങ്ങൾ അവർ കാണിച്ചു തരാണ്. MM സ്കൂളിൽ നിന്ന് പോയ കുട്ടിയുടെ രക്ഷിതാവിനെ പരിചയപ്പെട്ട് പറഞ്ഞു, സാർ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ യൂണിവേഴ്സിറ്റി അയച്ചു കൊടുത്തത്. ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ യൂണിവേഴ്സിറ്റിയാണ് അയച്ചു കൊടുത്തത്. ദാറ്റ് ഈസ് LSE ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഭാവിയിൽ അലൂമിനി എവിടെയെന്ന് ചോദിക്കുമ്പോൾ നേരത്തെ നിങ്ങൾ മഹാരാജാസിന്റെ പ്രിൻസിപ്പളെ കുറിച്ച് പറഞ്ഞതുപോലെ ഇവിടുന്ന് പോകുന്ന കുട്ടികൾ ആ ഒരു വാല്യൂസിലൂടെ പോകണം. ഇന്റലക്ച്വലി ടോപ്പ്, ഇമോഷണലി ടോപ്പ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഉപകാരം ചെയ്യുന്ന, സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന, സമൂഹത്തിന് വേണ്ടി നവീകരണ പ്രക്രിയകൾ നടത്തുന്ന കുട്ടികളായി നമ്മൾ മാറുമ്പോൾ സോഷ്യൽ ഫിഗറായി മാറി. അത് ഇമോഷണൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. എല്ലാം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോഴും തനിച്ചിരിക്കുമ്പോഴും കൂട്ടത്തിലിരിക്കുമ്പോഴും ഏകഛത്രാധിപതിയും സർവാധിപതിയും സമഗ്രാധിപതിയുമായ ദൈവത്തിനെ വണങ്ങുന്നതിന്റെ പേരാണ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ. അഥവാ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, പാതിരാവിലെ നിസ്കാര സമയത്ത് കലാപങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടാകുമ്പോ ഒരിക്കലും ഇന്ത്യയിൽ കലാപം വരാതിരിക്കാതെ കാക്കണേ തമ്പുരാനെ എന്ന് പാതിരാവിലെ പ്രാർത്ഥിക്കുന്ന വിദ്യാർത്ഥിയും നിങ്ങളായിരിക്കണം.